ഇന്ന് എനിക്ക് 5000 വെച്ചിട്ട് 7 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സാധാ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചക്ര മെഡിറ്റേഷനെ എല്ലാം നമ്മുടെ റൂട്ട് ചക്രയുടെ ബ്ലോക്ക് മാറിയാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സുധീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ മാറ്റം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ബ്ലോക്കുകളും അദ്ദേഹം നേരിട്ടിരുന്നു സാമ്പത്തികമായിട്ടുള്ള. എന്നാൽ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. അതിൻ്റെ സ്ക്രീൻ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. ഏകദേശം 28,000 രൂപയുടെ കുറി പല തവണകളായിട്ട് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. 35,000 രൂപ വരെ അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അതിനുശേഷവും നിരവധി വിജയങ്ങൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ രീതിയിൽ നമുക്കും, അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും എത്താൻ സാധിക്കുന്നതാണ്. അതിനു മുൻപായി ചക്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ചക്രങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന എനർജി സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഊർജ്ജ ചക്രങ്ങളെയാണ്, അല്ലെങ്കിൽ എനർജി പോയിൻറ്റ്സിനെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. ഇതൊരിക്കലും തന്നെ ഫിസിക്കലായി കൊണ്ട് കാണാൻ പറ്റില്ല. അതായത് യോഗ, പ്രാണ ഹീലിംഗ് പഠിക്കുന്ന വ്യക്തികളെല്ലാം തന്നെ ഈ ചക്രങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അടിസ്ഥാനപരമായി 7 ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിലെ ഏറ്റവും റൂട്ട് ചക്രയാണ് മൂലാധാര ചക്രം എന്ന് പറയുന്നത്. ഇത് നട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രത്തിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡാണ്. ഈ ചക്രം ഭൗതിക നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പണം, അധികാരം, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ചക്രയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ റൂട്ട് ചക്ര ബ്ലോക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്ക്, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലായിട്ട് ഗ്രോത്ത് വരെയുള്ള ബ്ലോക്ക് എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു വശം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പലരും ഈ ചക്രങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം തന്നെ ഒരു സ്യൂഡോ സയൻസ് എന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്. അതായത് ഇതൊരു എർത്ത് എലിമെൻ്റ് ആണ്. എർത്ത് എന്ന് പറയുന്നത് ശരീരമാണ്. അതായത് ശരീരത്തിലെ പഞ്ചഭൂതങ്ങളിൽ എർത്ത് എലിമെൻറ്റ് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അന്നേരം ഈ ശരീരം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തി സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ശക്തമായ ശരീരമുള്ളവനെ ശക്തമായ മനസ്സുണ്ടാകുകയുള്ളൂ എന്നുള്ളത്. നമുക്ക് ഒരു ശക്തമായ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചൊരു ബോൾഡ്നെസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സൈക്കോളജി തന്നെ ശരീരവും മനസ്സും എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു MA സൈക്കോളജിയിൽ. അതായത് നമുക്ക് ശക്തമായ ഒരു ബോഡി ഉണ്ടെങ്കിൽ നമുക്കൊരു പവർ നമുക്ക് സ്വയം ഫീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫിസിക്ക്, അതായത് നല്ലൊരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസോടെ സംസാരിക്കാൻ എല്ലാം തന്നെ സാധിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക നേട്ടങ്ങളായിട്ട്, അതായത് ഫിസിക്കലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ റൂട്ട് ചക്രയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് യോഗ ചെയ്യാം, ഏതെങ്കിലും രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം സ്ട്രോങ് ആയി വരികയാണ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഹൈ ആവും. അതായത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ശക്തി വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആൾക്കാരായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരും. കാരണം നിങ്ങൾ സ്ട്രോങ് ആണ്, മെൻ്റലി സ്ട്രോങ് ആണ്. നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. അത് ബിസിനസ്സിലാവട്ടെ, നിങ്ങളുടെ ജോലിയിലാവട്ടെ, നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു വീക്കായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് എത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് റൂട്ട് ചക്രയെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഞാൻ ഈ സക്സസ് സ്റ്റോറിക്ക് ശേഷം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഏകദേശം 35,000 രൂപയുടെ ലോട്ടറിയാണ് അദ്ദേഹത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും ഈ ഒരു സക്സസ് സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നതാണ്. അനുവിന്ദ് സാർ, ഇന്നേ വന്നിരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറി പറയാനാണ്. എനിക്ക് കഴിഞ്ഞൊരു 3 ദിവസത്തിനുള്ളിൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ പ്രൈസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബുധനാഴ്ച 100 രൂപ വെച്ചിട്ട് 8 ഉണ്ടായി, 800 രൂപ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച 500 വെച്ചിട്ട് 3 1500. ഇന്ന് എനിക്ക് 5000 വെച്ചിട്ട് 7 ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സാധാ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ ചക്ര മെഡിറ്റേഷനെ എല്ലാം അന്നന്ന് സാറ് പറയുന്നത് ചെയ്യുന്നതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാവിലെ റൂട്ട് ചക്ര എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. രാവിലെ മെഡിറ്റേഷനും ഹീലിങ്ങും ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് വെച്ചാൽ സാമ്പത്തികമായിട്ടാണ് എനിക്ക് ചെറിയൊരു ബ്ലോക്ക് കുറേ വന്നിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികം എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടത്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൂലാധാര ചക്രം
ആക്റ്റീവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റേ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് ചെയ്തു. അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് എനിക്ക് 5000 വെച്ചിട്ട് 35,000 രൂപ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ എൻ്റെ ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി ഏകദേശം എന്താ പറയുക, എനിക്കെല്ലാം തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. തീർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിലേക്ക് എന്നെ എത്തിച്ച അനുമതി സാറിന് 1000 നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി. ഇപ്പോൾ വളരെയേറെ കോൺഫിഡൻ്റാണ് ഞാൻ. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. താങ്ക് യു. ആദ്യമായി തന്നെ ഈ ഒരു സക്സസ് സ്റ്റോറി അയച്ചെന്ന വ്യക്തിയോട് ഞാൻ നന്ദി പറയണം. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഈ ഒരു സക്സസ് സ്റ്റോറി എത്രയോ പേർക്ക് പ്രചോദനവും പ്രതീക്ഷയുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ ചക്ര മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ക്ലാസ് നാളെ വൈകുന്നേരം ആരംഭിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാന 7 ചക്രങ്ങളെക്കുറിച്ചും ആ ചക്രങ്ങൾ ബ്ലോക്ക് ആകുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നും അതിനെങ്ങനെ ബ്ലോക്ക് മാറ്റാമെന്നുള്ള ഹീലിംഗ് മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ, മുദ്ര മെഡിറ്റേഷൻ എന്ന് പറയുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൂടെ പലരുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിന് ഓരോ ചക്രങ്ങൾക്കും ഓരോ മന്ത്രങ്ങളുണ്ട്. റൂട്ട് ചക്രയുടെ മന്ത്രം എന്ന് പറയുന്നത് LAM എന്നുള്ളതാണ്. ലം എന്നുള്ളതാണ് ഇതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമ്മളെ ശ്രദ്ധ നട്ടലിൻ്റെ താഴ്ഭാഗത്ത് ഒരു റെഡ് കളർ ഇമാജിനേഷൻ ചെയ്തിട്ട് LAM എന്നുള്ളതാണ് പറയേണ്ടത്. ഈ പറയുന്ന സമയത്ത് നമ്മുടെ റൂട്ട് ചക്രയുടെ ബ്ലോക്ക് മാറുന്നതാണ് പറയപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓപ്പർച്യൂണിറ്റീസാണ് വരുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവും, ചിലപ്പോൾ നല്ല നല്ല വ്യക്തികളുടെ കണക്ഷൻ ആയിരിക്കും. നമ്മളെ ഗ്രോത്തിന്, അതായത് ഫിനാൻഷ്യലി ഗ്രോത്ത് ആവട്ടെ, പേഴ്സണൽ ഗ്രോത്തിനാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അന്നേരം എല്ലാവരും ഈ പറഞ്ഞ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ വിജയകഥകൾ എന്തായാലും മുകളിൽ കാണുന്ന നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.